ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ആദർശിൻ്റെ കൂടെ ഒരുമിച്ച് ജീവിക്കില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വീട്ടിലേക്കും അവിടെ നിന്ന് തിരിച്ച് ആദർശിൻ്റെ വീട്ടിലേക്ക് പോകാൻ തയ്യാറാവാതെ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ വേണി. അങ്ങനെ വേണിക്ക് ശരിക്കും ദേഷ്യം വരുവാണ്. കാരണം ഗൗരിയും അതുപോലെ തന്നെ ശങ്കറും ഭയങ്കര പ്രണയത്തിലാണെന്നാണല്ലോ പുറമേ കാണുന്നവർക്ക് മനസ്സിലാവുള്ളൂ. വേണി നോക്കുമ്പോൾ ഇവരെപ്പോഴും ഒരുമിച്ചിട്ടാണ്. ഗൗരി എന്തെങ്കിലും പണിയോ വീട്ടുപണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ശങ്കർ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. തന്നോടുള്ള സ്നേഹം ശങ്കരേട്ടനെ കുറഞ്ഞു എന്നുള്ളൊരു അഭിപ്രായമാണ് കേട്ടോ വേണിക്ക്. കാരണം ശേഖരനെക്കാളും ശങ്കരനാണ് വേണിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പം നമ്മുടെ വേണിക്ക് ആ ഒരു സ്നേഹം കുറവ് അനുഭവിക്കണ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്രമല്ല ഗൗരിയുടെ അഹങ്കാരവും ഗൗരിൻ്റെ ഒരു തൻ്റെടൊക്കെ മാറ്റിയെടുത്തേ പറ്റൂ. അതുകൊണ്ട് വേണി വിചാരിക്കുക, ഞാൻ എന്തായാലും എൻ്റെ വീട്ടിലേക്ക് വന്നിരുന്നില്ലേ, അവളും അവളുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോട്ടെ, അവളെന്തിനേയും കൂടി തിരിച്ചു വന്നത്. അതുകൊണ്ട് അവളെ ഞാൻ എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും അവളെ ഞാൻ പുറത്താക്കും ഇവിടെ നിന്ന്, അവളെ ഞാൻ അവളുടെ വീട്ടിലേക്ക് തന്നെ അയക്കും എന്ന് പറയാണ്. അതിനുശേഷം അതിനു വേണ്ടി മാക്സിമം ഗൗരിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഇതൊന്നും കൊള്ളത്തില്ല, ഫുഡ് വായ വെക്കാൻ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുത്തെ വേലക്കാലത്ത് ഇതിനേക്കാൾ നന്നിട്ട് ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് ഗൗരിനെ കുറ്റപ്പെടുത്തുവാണ്. അങ്ങനെ ഭക്ഷണത്തിന് മുമ്പിൽ നിന്നൊക്കെ ഭയങ്കര അഹങ്കാരം കാണിക്കുന്ന വേണിക്ക് ശരിക്കും തിരിച്ചടി തന്നെയാണ് കിട്ടുന്നത്. വേണി വീഴാൻ പോകുമ്പോൾ ഗൗരി പിടിക്കുമെന്നുണ്ടെങ്കിൽ വേണി വീഴുവാണ്, തല അടിച്ചതിനെ വീഴുന്നുണ്ട്, തല പൊട്ടുന്നൊക്കെ ഉണ്ട്. വീഴുമ്പോൾ ഗൗരി വിചാരിക്കും, ഓ എന്തായാലും ഭക്ഷണത്തിന് മുമ്പിൽ ഭക്ഷണത്തെ അപമാനിച്ച പോലെയല്ലേ പോയത്, ഇതങ്ങോട്ട് അവൾക്ക് ഇരിക്കട്ടെ എന്ന് നമ്മുടെ ഗൗരിയും വിചാരിക്കുകയാണ്. വേണിക്ക് ശരിക്കും തല കടി കിട്ടിയ പോലെ. എന്നിട്ട് വേണി പറഞ്ഞിട്ടുണ്ടാക്കും, അയ്യോ ഗൗരി എടുത്ത് എന്നെ തള്ളിയിട്ടു, ഗൗരി എടുത്തേക്ക് എന്നെ ഇഷ്ടമില്ല, അതുകൊണ്ട് ഗൗരി എടുത്തിട്ട് അനിയൻ്റെ ജീവിതം തകർത്തുകൊണ്ട് എന്നെ തള്ളിയിട്ടു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. ഇത് കേട്ടാണ് ശേഖരൻ ഗൗരിനെ തല്ലാൻ വേണ്ടി വരുന്നതും ശേഖരൻ്റെ കയ്യിൽ കയറി പിടിക്കണതും ആ ഉള്ള ഭാഗങ്ങളൊക്കെ കാണിക്കണത് കേട്ടോ. എന്തായാലും വരാൻ പോണതൊക്കെ ഭയങ്കര സൂപ്പറായിട്ടുള്ള ഭാഗങ്ങളാണ്. എന്തായാലും ഉടനെ തന്നെ വേണി ആദർശിൻ്റെ വീട്ടിൽ പോകുന്ന ഉറപ്പാണ്. അതിന് പോയില്ലെങ്കിൽ തന്നെ ശങ്കരൻ പറഞ്ഞയക്കും. എന്തായാലും കാത്തിരുന്ന് കാണാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ സീരിയലിലെ പുതിയ പുതിയ എപ്പിസോഡ്, അതുപോലെ തന്നെ പ്രൊമോ റിവ്യൂ, ലൊക്കേഷൻ വീഡിയോ, അതുപോലെ തന്നെ റിയൽസ്, അതൊക്കെ കാണാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.